സംസ്ഥാന സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായാണ് വിഴിഞ്ഞം തുറമുഖത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതെന്ന് സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. വിഷൻ 2031ന്റെ ഭാഗമായി തുറമുഖ വകുപ്പിന്റെ സംസ്ഥാനതല സെമിനാർ അഴീക്കൽ തുറമുഖത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുറമുഖ വകുപ്പിന്റെ നയരേഖാ സമർപ്പണവും മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. ഉള്ളടക്കമെടുക്കുമ്പോൾ ഈ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ BGF-ന്റെ കാര്യത്തിലെല്ലാം തർക്കമുണ്ടായിരുന്നെങ്കിലും നമുക്ക് BGF ഗ്രാൻഡായി കിട്ടിയില്ല. പക്ഷേ ലോണായി സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ബാക്കി ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെയും അതോടൊപ്പം PPP പ്രോജക്ട് എന്ന രൂപത്തിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന രൂപത്തിൽ അദാനിയുമായി ബന്ധപ്പെട്ട കരാറിൽ സംസ്ഥാന ഗവൺമെന്റ് മുടക്കേണ്ട മുഴുവൻ പണവും സമയബന്ധിതമായി മുടക്കിയിരിക്കുന്നു. അതിനാവശ്യമായ ഫണ്ട് ഒരാൾ വന്നപ്പോൾ നബാർഡിന്റെ സഹായത്തോടു കൂടി നമ്മൾ വായ്പ എടുത്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ പശ്ചാത്തല വികസന സൗകര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ള റെയിൽവേ മാർഗത്തിന് വേണ്ടിയുള്ള പരിസ്ഥിതി ആഘാത പഠനം നമുക്ക് കിട്ടി, സാമൂഹ്യ ആഘാത പഠനം നമുക്ക് കിട്ടി. അതോടൊപ്പം തന്നെ കൊങ്കൺ റെയിൽവേ തയ്യാറാക്കിയിട്ടുണ്ട്, EPR ഉണ്ട്. അതിന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അംഗീകാരം തന്നു. ഇപ്പൊ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ആരംഭിച്ചു. ഇനി അവിടുത്തെ ആളുകളെ കൂടി വിളിച്ചുകൂട്ടി 1-2 റൗണ്ട് ചർച്ചകൾ നടന്നു. കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. ഒരു ചർച്ച കൊണ്ട് നടത്തിയാൽ അതിന്റെ മറ്റ് തടസ്സങ്ങളെല്ലാം നീങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും എന്ന കാര്യവും ഇവിടെ സൂചിപ്പിക്കുകയാണ്. നിരവധി വെല്ലുവിളികളും പ്രതിസന്ധികളും അതിജീവിച്ചാണ് പറഞ്ഞ സമയത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത്. നിലവിൽ 554 കപ്പലുകൾ എത്തി 12,500-ൽ പരം 20 അടി തുല്യ യൂണിറ്റ് കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ വിഴിഞ്ഞം മാറിയെന്നും മന്ത്രി പറഞ്ഞു. വിവിധ ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് 2028ഓടെ രാജ്യത്തിന്റെ പ്രധാന പ്രവേശന കവാടത്തിലൊന്നായി അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖം മാറും. ഡിസംബർ മാസത്തിൽ ആദ്യ കരമാർഗമുള്ള ചരക്ക് ഗതാഗത നീക്കത്തിന് അപ്രോച്ച് റോഡ് കമ്മീഷൻ ചെയ്യാനാകും. ഇത് കരമാർഗവും ജലമാർഗവുമുള്ള ചരക്ക് ഗതാഗത രംഗത്ത് വമ്പിച്ച മുന്നേറ്റം സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിഷൻ 2031 തുറമുഖ വകുപ്പിന്റെ നയരേഖാ സമർപ്പണവും മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ചർച്ചയും നടന്നു. KV സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി റിട്ടയർഡ് ജെയിംസ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. തുറമുഖ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി B. അബ്ദുൾ നാസർ വിഷയാവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അജീഷ്, മുൻ MLA-യും കേരള മാരിടൈം ബോർഡ് അംഗവുമായ M. പ്രകാശൻ മാസ്റ്റർ, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.